This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പിതാവിനെ ഞാൻ കാണുമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ ക്രിസ്തു മുഖാന്തരം വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദൈവത്തിൻ്റെ ഭരണം, ദ ഗവൺമെൻറ് ഓഫ് ഗോഡ് എന്നാണ്. ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. പിന്നത്തേതിൽ ദൈവത്തിൻ്റെ ഭരണം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. അതിനുശേഷം ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായി പുതിയ ജെറുസലേം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം ആരംഭിക്കുകയായി. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്താണ് ദൈവ തേജസ്സിൻ്റെ അർത്ഥം? ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനാണ് ദൈവ തേജസ് എന്ന് പറയുന്നത്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. അതായത് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അവൻ നമ്മെ സൃഷ്ടിച്ചതും ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം വിളിച്ചിരിക്കുന്നതും അവൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ടവരായി അവൻ്റെ നിത്യരാജ്യത്തിൽ അവൻ്റെ കൂടെ വസിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായി വേദപുസ്തകത്തിലെ 4 അടിസ്ഥാന സത്യങ്ങൾ നാം ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തേത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശ്യമാണ്. രണ്ടാമത്തേത്, ആ ദൈവീക പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വിളിച്ച് വേർതിരിച്ചതിൻ്റെ, തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ്. മൂന്നാമതായി, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഒരു കൂട്ടം വലിയ വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ എല്ലാ വാഗ്ദത്തങ്ങളും ആദ്യം പറഞ്ഞ 2 വിഷയവുമായുള്ള ബന്ധത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാലാമതായി, ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ സ്വർഗത്തിലെ പിതാവാം ദൈവം ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് അരുളി ചെയ്ത ദൈവിക സന്ദേശങ്ങളാണ്. ഈ 4 കാര്യങ്ങളും എല്ലായ്പ്പോഴും ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങളിൽ ഒന്നാമത്തേത്, ദൈവത്തിന് ഒരു കുടുംബം ആവശ്യമാണ്.
അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രീപുത്രന്മാരെ തനിക്ക് ആവശ്യമായതുകൊണ്ടാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്നാമത്തെ പുത്രനായ ആദാം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. തുടർന്ന് ആദമിൻ്റെ ഒരു മകനായ ശേത്തിൻ്റെ തലമുറകളിലൂടെ ദൈവം കൂട്ടായ്മ ആചരിക്കുകയും അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വിളിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ നോഹയുടെ കാലം വന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തെ അറിയാത്ത, ദൈവത്തെ സേവിക്കാത്ത ഈ ലോകത്തിലെ മനുഷ്യനുമായി ഇടപഴകുകയും അവർ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുകയും ദൈവ കുടുംബത്തിൽ നിന്ന് അന്യമാകുകയും ചെയ്തു. ആ തലമുറ തങ്ങളുടെ പാപങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം അവരെ ന്യായം വിധിക്കുകയും നോഹയും കുടുംബത്തെ മാത്രം ദൈവം രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ജലപ്രളയത്തിന് ശേഷം നോഹയുടെ പുത്രന്മാരിലൂടെ ഭൂമിയിൽ ജനം പെറ്റുപെരുകാൻ തുടങ്ങി. ദൈവം ഒരു മനുഷ്യനെ തൻ്റെ കുടുംബത്തിലെ അംഗമായി വിളിച്ചു. അവൻ്റെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അങ്ങനെ അബ്രഹാമിലൂടെ ദൈവം തനിക്ക് ഒരു വലിയ കുടുംബത്തെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്തു. അവരുടെ പേര് ഇസ്രായേൽ മക്കളെന്നാണ്. പക്ഷേ ഇസ്രായേൽ ജനം ദൈവം തങ്ങളുടെ പിതാവാണെന്നും തങ്ങൾ ഈ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്നും തിരിച്ചറിയുന്നതിൽ അമ്പയെ പരാജയപ്പെടുകയും അവരും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ആദമിൻ്റെയോ ശേത്തിൻ്റെ തലമുറക്കാരുടെയോ അബ്രഹാമിൻ്റെ മക്കളുടെയോ മത്സരമോ അനുസരണക്കേടോ ഭൂമിയിൽ ദൈവത്തിൻ്റെ കുടുംബം സ്ഥാപിക്കുന്ന ദൈവിക പദ്ധതിക്ക് ഒരു നാളും നീക്കം വരുത്തിയില്ല. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന് പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ചു. യേശു ഭൂമിയിൽ വന്നത് നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കുടുംബം ഈ ഭൂമിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ യേശുവിനെ സ്വീകരിച്ച അനേക മക്കളുടെ അകത്തും ഈ ബോധ്യമില്ല. അവരിന്നും ദൈവത്തെ തങ്ങളുടെ പിതാവായി കാണുന്നില്ല. തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും തിരിച്ചറിയുന്നില്ല. ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് അയച്ച് എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് നാം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് പകരമായി സ്വർഗീയ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുകയാണ്. ആ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായി സ്വർഗത്തിലെ പിതാവ് അംഗീകരിക്കുകയാണ്. എന്നാൽ എൻ്റെ ബുദ്ധിക്കും മനസ്സിനും ഈ കാര്യം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ക്രമേണ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എൻ്റെ ബുദ്ധിക്ക് ഇത് ഗ്രാഹ്യമായി തീരുന്നു. യെസ്, ഞാൻ സ്വർഗത്തിലെ പിതാവിൻ്റെ മകനാണ്, മകളാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് ദൈവം കൃപ തന്നിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെന്നും അറിഞ്ഞാൽ ഈ ഭൂമിയിൽ നിങ്ങൾ പൂർണ്ണമായി വിടുവിക്കപ്പെടും. നാളെക്കുറിച്ച് ഭാരപ്പെടാൻ കഴിയത്തില്ല. ഒന്നിനെക്കുറിച്ചും ആകുല ചിത്തരാകാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്. ഈ പ്രകാശനം നിങ്ങളെ പൂർണ്ണമായും ഈ ഭൂമിയുടെ ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ചിരിക്കും. ദൈവം നമ്മെ തൻ്റെ പുത്രിപുത്രന്മാരാക്കിയിരിക്കുന്നത് നമുക്ക് ദൈവത്തിൽ ഒരവകാശം തരാൻ വേണ്ടിയാണ്. ദൈവത്തിലുള്ള നമ്മുടെ അവകാശം എന്താണ്? അത് ദൈവജീവൻ്റെ സമ്പൂർണതയായ തേജസ്സാണ്. നമ്മുടെ അവകാശം ദൈവം തന്നെയാണ്. അവനെ പ്രാപിക്കുവാനാണ് അവൻ നമ്മെ അവൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നത്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ കുടുംബമായിട്ടാണ്, അവൻ്റെ പുത്രീപുത്രന്മാരായിട്ടാണ്. അതേ ലക്ഷ്യത്തിനായിട്ടാണ് ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നത്.
എന്നാൽ ദൈവത്തിന് സാധാരണ നിലയിലുള്ള ഒരു കൂട്ടം പുത്രിപുത്രന്മാരല്ല ആവശ്യം, പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുന്ന ഒരു കൂട്ടം പുത്രിപുത്രന്മാരെയാണ്. യേശുക്രിസ്തു മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചതിൽ ഏക തികഞ്ഞ മനുഷ്യൻ. The complete man who ever lived in this world, that is Jesus of Nazareth. ആ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് അവൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്ന ഒരു കൂട്ടം പുത്രിപുത്രന്മാരെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. അതാണ് ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനമായ ശുശ്രൂഷ. നമ്മുടെ പുത്രത്വം പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. അതായത് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ മൺമയമായ ശരീരത്തെ പൊളിച്ചു കളഞ്ഞിട്ട് സ്വർഗീയ മൂലകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സ്വർഗീയ ശരീരം തരികയും അന്ന് ദൈവത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ നിറയപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പുത്രത്വ പദവി പൂർണ്ണമാകുകയാണ്. ആ പുനരുത്ഥാനത്തോടുകൂടെ മാത്രമേ നമ്മുടെ പുത്രത്വ പദവി പൂർണ്ണമാകുന്നുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പുത്രത്വ പദവി, അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ദൈവം ശക്തിയോടെ നിർണയിച്ചത്, പ്രഖ്യാപിച്ചത് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ആ വചനം വ്യക്തമാക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. അവൻ തൻ്റെ ശുശ്രൂഷ നിവർത്തിച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. പല പ്രാവശ്യം താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. മാത്രമല്ല, സ്വർഗത്തിലെ പിതാവാം ദൈവം സ്വർഗം തുറന്ന് വിളിച്ചു പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്നാണ്. യേശുക്രിസ്തു അനേക പ്രാവശ്യം തൻ്റെ ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട് താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. അവൻ ക്രൂശിൽ കഷ്ടമനുഭവിക്കുമ്പോഴും പീഡനമനുഭവിക്കുമ്പോഴും ഏറ്റവും അധികം നിന്ദിക്കപ്പെട്ടപ്പോഴും അവൻ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. അതുപോലെ തന്നെയാണ് യേശുവിനെ സ്വീകരിച്ച, പുത്രത്വ ആത്മാവിനെ പ്രാപിച്ച നമ്മുടെ പുത്രത്വവും സമ്പൂർണ്ണമാകുന്നത്. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ്, ആ നിത്യമായ തേജസ്സിനെ പ്രാപിച്ചു കഴിയുമ്പോഴാണ്, നമ്മുടെ പുനരുത്ഥാനം പൂർണ്ണമാകുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പുത്രിമാരെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും 3 ബർത്ത്ഡേയ്സ്, ജന്മ ദിവസങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒന്നാമത്തേത് നാച്ചുറൽ ബർത്ത്ഡേ ആണ്. അതായത് ഭൗതികമായ പ്രകൃതി നിയമത്തിനനുസരിച്ചുള്ള ജന്മദിവസം എല്ലാവർക്കുമുണ്ട്. ഒരപ്പൻ്റെയോ അമ്മയുടെയോ ഇഷ്ടപ്രകാരം അവർ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോഴാണ് അവർക്ക് നാച്ചുറൽ ബർത്ത്ഡേ ഉണ്ടാകുന്നത്. രണ്ടാമതായി, അവൻ യേശുവിനെ സ്വീകരിക്കുന്ന ദിവസം അവനൊരു സ്പിരിച്വൽ ബർത്ത്ഡേ ഉണ്ട്, ഒരു ആത്മീയമായ ജനന ദിവസമുണ്ട്. അതായത് ഒരുവൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തു തനിക്ക് പകരമായി ഭൂമിയിൽ വന്നു, പിതാവാം ദൈവം തൻ്റെ പാപത്തെ യേശുവിൻ്റെ മേൽ ചുമത്തി, യേശു തൻ്റെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് തനിക്ക് പകരമായി ക്രൂശിന്മേൽ കയറി, ദൈവം യേശുവിനെ തനിക്കു വേണ്ടി പാപമാക്കി
തൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മരണം യേശുവിന് കൊടുത്തു. യേശു തനിക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം നാൾ ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവനിപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും കർത്തൃത്വത്തിനും അധികാരത്തിനും മീതെ രാജാവായി വാഴുന്നു, കർത്താവായിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് അവൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മാവിലേക്ക് പ്രവേശിച്ച് അവൻ്റെ ആത്മാവിന് ജീവൻ കൊടുത്ത് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിക്കുന്നു. ഇതിൻ്റെ പേരാണ് പുതിയ ജനനം. അവൻ ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു, മകളായിത്തീരുന്നു. ഇതാണ് സ്പിരിച്വൽ ബർത്ത്ഡേ. എൻ്റെ ഈ പുറമേ കാണുന്ന മനുഷ്യൻ എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്താൽ ജനിച്ച മനുഷ്യനാണ്. അതെൻ്റെ നാച്ചുറൽ ബർത്ത്ഡേ ആണ്. എന്നാൽ എൻ്റെ അകമയുള്ള മനുഷ്യൻ സ്വർഗത്തിലെ പിതാവിങ്കിൽ നിന്നും അവൻ്റെ ജീവനാൽ, അവൻ്റെ ആത്മാവിനാൽ ജനിച്ചതാണ്. അതിൻ്റെ പേര് പുതിയ ജനനം, വീണ്ടും ജനനമെന്നാണ്. അതെൻ്റെ ആത്മീയ ജനന ദിവസമാണ്. മൂന്നാമതായി ഒരു ഗ്ലോറിഫൈഡ് ബർത്ത്ഡേ ഉണ്ട്. അതായത് തിരസ്കരിക്കപ്പെടുന്ന ജന്മദിവസം. യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ മൺമയമായ ശരീരത്തെ പൊളിച്ചു കളഞ്ഞ് എൻ്റെ അപ്പൻ്റെയും അമ്മയിൽ നിന്നുമുണ്ടായ ഈ ജഡത്തെ നീക്കം ചെയ്തിട്ട് സ്വർഗീയ മൂലകങ്ങളാൽ, ആത്മീയ മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്വർഗീയ ശരീരം തന്ന് അന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ തേജസ്, ദൈവം എന്നിൽ പൂർണ്ണമായി നിറയുമ്പോൾ ഞാൻ തേജസ്കരിക്കപ്പെടുകയാണ്. അത് ഗ്ലോറിഫൈഡ് ബർത്ത്ഡേ ആണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെന്നുള്ള പ്രകാശനം, വെളിപ്പാടിനാൽ ലഭിക്കുന്ന ജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിനകത്തു വന്നാൽ നിങ്ങൾ ഈ ഭൂമിയിൽ പൂർണ്ണമായി വിടുവിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് യേശുവിനെ അറിഞ്ഞവർ പോലും ഈ സത്യം തിരിച്ചറിയാത്തത്? കാരണം അവരുടെ അകത്ത് ഇത് പ്രകാശിച്ചിട്ടില്ല. അറിവിനും ജ്ഞാനത്തിനും വെളിപ്പാടിനാൽ ലഭിക്കുന്ന ജ്ഞാനത്തിനും വ്യത്യാസമുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ അനുഭവങ്ങളിലൂടെയോ നാം നേടിയെടുക്കുന്ന അറിവുകളും കഴിവുകളുമാണ് ജ്ഞാനം എന്ന് അർത്ഥമാക്കുന്നത്. എന്നാൽ വെളിപ്പാടിനായുള്ള ജ്ഞാനമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അവൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഒരു ദൈവികമായ മാധ്യമത്തിലൂടെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ പ്രകാശിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പാടാക്കുന്നതാണ് വെളിപ്പാടിനാൽ ലഭിക്കുന്ന ജ്ഞാനം. അനേകരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നെങ്കിലും തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ബുദ്ധിപരമായ അറിവുണ്ടെങ്കിലും അത് ഹൃദയത്തിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നാം ഈ ഭൂമിയിൽ ഇപ്പോഴും ഭാരപ്പെടുകയും നിരാശപ്പെടുകയും ആകുല ചിത്തരായി തീരുകയും ചെയ്യുന്നത്. സ്വർഗത്തിലെ നമ്മുടെ പിതാവാം ദൈവം നാം ചോദിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നു എന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നാൽ പിന്നെ എങ്ങനെ നാളെക്കുറിച്ച് ഭാരപ്പെടാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക. നമ്മുടെ ചെറിയ മക്കൾക്ക് ഈ ഭൂമിയിൽ യാതൊന്നിനെയും കുറിച്ചും ഭാരമില്ല, അവർക്ക് ആകുല ചിന്തകളില്ല. എനിക്ക് 6 മക്കളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കലും ഭാരപ്പെടുന്നില്ല. അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ ആഹാരമോ അവരുടെ വസ്ത്രമോ അവരുടെ പാർപ്പിടങ്ങളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും അവർക്ക് ഭാരമില്ല, ആകുല ചിന്തയില്ല. എന്താ കാരണം? അവർക്ക് അവരുടെ അപ്പനെ അറിയാം. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നല്ല ഒരു പിതാവാണെന്നാണ്. സത്യത്തിൽ മക്കൾക്കു വേണ്ടി ചിന്തിക്കുന്നതും ഭാരപ്പെടുന്നതും പിതാക്കന്മാരാണ്, മക്കളല്ല. ഒരു ചെറിയ പൈതൽ അവൻ തൻ്റെ അപ്പനെ അറിയുന്നത് കൊണ്ട് അവൻ ഒന്നിനെക്കുറിച്ചുമുള്ള ഭാരത്തിലല്ല. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങളുടെ അപ്പനായി നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്, നിങ്ങൾ വിടുവിക്കപ്പെടുകയാണ്. ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക്
നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മകൾ എത്ര അധികം കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുക. നിങ്ങളുടെ സ്വർഗീയ പിതാവ്, അവൻ്റെ നാമം യഹോവ ഇരേ, അതായത് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ എങ്ങനെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരപ്പെടാൻ കഴിയും? നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവാം ദൈവം യഹോവ റാഫ, സൗഖ്യദായകൻ, ഡോക്ടർ ജഹോവ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിനായി, നിങ്ങളുടെ സൗഖ്യത്തിനായി നിങ്ങൾ പിന്നെ എങ്ങനെ ഭാരപ്പെടും? നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവം യഹോവ ശാലോം, അവൻ നമ്മുടെ സമാധാനമെന്ന് വെളിപ്പാടായി തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. നിങ്ങൾക്കൊന്നിനെക്കുറിച്ചും ആകുല ചിത്തരാകാൻ കഴിയത്തില്ല. നിങ്ങളുടെ ദൈവം യഹോവ നിസ്സി, അവൻ നിങ്ങളുടെ ജയത്തിൻ്റെ കൊടിയാണെന്ന് മനസ്സിലാക്കിയാൽ, അവൻ നിങ്ങൾക്ക് ജയം തരുന്നു എന്നുള്ള പ്രകാശനം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടുകയില്ല. ശത്രുവിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടുകയില്ല. അവൻ നിങ്ങളുടെ ജയത്തിൻ്റെ കൊടിയാണ്. നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവാം ദൈവം എൽ ഷഡായ്, സർവശക്തൻ, ഓൾ മൈറ്റി ഗാഡ് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെക്കാളും അവൻ വലിയവനാണ്, സർവശക്തനാണെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയങ്ങളും നിങ്ങൾക്കിനി ഭാരമല്ല. കാരണം അവൻ നിങ്ങളുടെ എല്ലാ വിഷയത്തിനെക്കാട്ടിലും വലിയവനാണ്, സർവശക്തനാണ്. സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണമായ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി സൗഖ്യമാകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ കുടുംബമായിട്ടാണ്, അവൻ്റെ പുത്രന്മാരായിട്ടാണ്. ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തതും അവൻ്റെ കുടുംബമായിട്ടാണ്, അവൻ്റെ പുത്രിപുത്രന്മാരായിട്ടാണ്. ഈ എപ്പിസോഡിലൂടെ സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ആത്മീയ മർമ്മങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് നിങ്ങളെ സമ്പൂർണ്ണമായി വിടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബമാണ്, നിങ്ങൾ അവൻ്റെ പുത്രന്മാരാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും
നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതുജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതുജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ.